കഥ കൈത്താങ്. രചന CS മുരളി. കൈത്താങ്. ഇരുമ്പ് ഗേറ്റിന്റെ കൊളുത്തു വീഴുന്ന ശബ്ദം കേട്ടതും കൗമുദി സാവധാനം കട്ടിലിലെ കിടപ്പിൽ നിന്ന് പാതി നിവർന്നുകൊണ്ട് ജനാലയുടെ ഒരു പാളി തുറന്ന് അഴികൾക്കിടയിലൂടെ നോക്കി. അപ്പോഴേക്കും കൗമുദിയുടെ മകൾ സാവിത്രിയും ഇപ്പോൾ കല്യാണ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചുമകൾ അഞ്ജലിയും വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞു. നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ, നീ അമ്മാമയെ മറന്നോ? കൊച്ചുമകളെ തൻ്റെ ഒപ്പം കട്ടിലിൽ പിടിച്ചിരുത്തിക്കൊണ്ട് കൗമുദി കുശലാന്വേഷണം നടത്തി. അമ്മേ, ഇവളിപ്പോൾ വലിയ ജോലിക്കാരിയായില്ലേ? കൗൺസിലറുടെ കാരുണ്യം കൊണ്ട് അവിടെ വീടിനടുത്തുള്ള അംഗൻവാടിയിൽ ഇവൾക്ക് ആയയായി ജോലി ശരിയായിട്ടുണ്ട്. നാളെയാണ് ആദ്യമായി ജോലിക്ക് ചേരുന്നത്. അതിന് മുന്നോടിയായി അമ്മാമയുടെ അനുഗ്രഹം വാങ്ങാനായിട്ടാണ് അവൾ ഇന്ന് എനിക്കൊപ്പം വന്നിരിക്കുന്നത്. സാവിത്രിയാണ് മറുപടി പറഞ്ഞത്. അമ്മാമയ്ക്ക് ഇനി ഇതിൽ പര സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇരുന്നു കൊണ്ട് തന്നെ ഇരു കൈകളും അഞ്ജലിയുടെ മൂർധാവിൽ വെച്ച് കണ്ണുകളടച്ച് നന്നായി വരട്ടെ എന്ന് മന്ത്രിച്ചുകൊണ്ട് കൗമുദി അവളെ അനുഗ്രഹിച്ചു. ഒന്നുമില്ലേലും വീട്ടിലെ നിത്യച്ചെലവ് വഹിക്കാൻ ഒരാളുണ്ടാകുന്ന വലിയ കാര്യം തന്നെയായെന്ന് പറഞ്ഞുകൊണ്ട് കൗമുദി അഞ്ജലിയുടെ സമൃദ്ധമായ ചുരുണ്ട മുടിയിൽ തലോടി. നാത്തൂൻ തൊഴിലുറപ്പിന് പോയോ അമ്മേ എന്ന സാവിത്രിയുടെ ചോദ്യത്തിന് മരുമകൾ തൻ്റെ മലമൂത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി കളഞ്ഞ് തൻ്റെ ശരീരം തുടച്ച് വൃത്തിയാക്കിയിട്ട് തനിക്ക് കാപ്പി തന്നതിന് ശേഷമാണ് പണിക്ക് പോയത് എന്ന് മകളുടെ മറുപടിയായി പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ളത് വല്ലതും ശരിയാക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് സാവിത്രി മോളെയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നീങ്ങി. ഒരു മാസം മുമ്പ് പുറത്ത് പായൽ പിടിച്ച തറയിൽ ചെറുതായി കാൽ തന്നെ വീണതും രണ്ടിടുപ്പെല്ലുകളും യോജിക്കുന്ന ഭാഗത്ത് നേരിയ പൊട്ടൽ വീണതും ഒരു മാസം കിടന്നുകൊണ്ടുള്ള വിശ്രമം ഡോക്ടർ നിർദ്ദേശിച്ചതും തുടർന്ന് മകൾ ദിവസേന വന്ന് തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നതും മരുമകൾ തൻ്റെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും രാത്രി ഉറക്കമൊഴിച്ച് കൂട്ടിരിക്കുന്നതും എല്ലാം മുറിയിൽ തനിച്ചായപ്പോൾ കൗമുദിയുടെ ഓർമ്മയിലൂടെ വീണ്ടും കടന്നു പോവുകയായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ടാണ് കൗമുദി ചിന്തകളിൽ നിന്നുണർന്നത്. നോക്കുമ്പോൾ കൊച്ചുമകൾ ആവി പറക്കുന്ന ഒരു ചായയുമായി മുന്നിൽ നിൽക്കുന്നു. പതിയെ കുടിച്ചാൽ മതിയെന്നും എന്തെങ്കിലും ആവശ്യം തോന്നിയാൽ അഞ്ജു എന്നൊരു വിളി വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവൾ സാവിത്രിയെ സഹായിക്കാൻ നീങ്ങി. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റിൻ്റെ കൊളുത്ത് വീണ്ടും ശബ്ദിച്ചത്. അക്കാ, കൗമുദി അക്കാ എന്ന നീട്ടിയുള്ള വിളിയിൽ നിന്ന് തന്നെ ക്ഷേത്ര കൂട്ടായ്മയിലെ വനിതാ സംഘം തൻ്റെ ആരോഗ്യവിശേഷങ്ങൾ അറിയുവാനുള്ള വരവാണെന്ന് കൗമുദിക്ക് മനസ്സിലായി. അമ്പലവിശേഷങ്ങൾ പങ്കുവെക്കലും ആരോഗ്യകാര്യങ്ങൾ ചോദിച്ചറിയലും മറ്റുമായി അരമണിക്കൂർ പോയത് കൗമുദി അറിഞ്ഞതേയില്ല. നടന്നു തുടങ്ങിയതിൽ സന്തോഷമായെന്നും ക്ഷേത്രത്തിലേക്ക് പതിയെ വീണ്ടും വന്നു തുടങ്ങണമെന്നും പഴയതുപോലെ ഞങ്ങൾക്ക് കൗമുദിയക്കൻ്റെ ഒരു കൈത്താങ്ങ് തുടർന്നും വേണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയത്. കട്ടിലിനോട് ചേർത്ത് ചാരി വെച്ചിട്ടുള്ള വാക്കർ പിടിച്ച് മുറിക്കുള്ളിൽ തന്നെ പതിയെ ഒറ്റയ്ക്കുലാത്തുമ്പോഴും കൈത്താങ്ങായി തൻ്റെ കൈപിടിച്ച് ഈ മുറിയിൽ തന്നെ നടത്തിച്ചപ്പോൾ അഞ്ജലിയുടെ കല്യാണത്തിൻ്റെ നടത്തിപ്പിനായി ചോദിച്ച 5 ലക്ഷത്തിൻ്റെ സഹായം താൻ എങ്ങനെ എവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുമെന്ന വ്യഥയായിരുന്നു കൗമുദിയുടെ മനസ്സിന് ഇടയ്ക്കിടെ ഉലച്ചിരുന്നത്. മകൾ സാവിത്രിയുടെ കൈത്താങ്ങിൽ മാത്രം പതിയെ നടക്കാൻ ശ്രമിക്കുന്ന തൻ്റെ ഈ അവസ്ഥയിലും താൻ അവൾക്കൊരു കൈത്താങ്ങാകുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും. അവൾക്ക് തന്നിലുള്ള ആ വിശ്വാസത്തിന് ഉടച്ചിൽ വരാതെ ഇരിക്കാൻ ഒരു മാർഗവുമില്ലല്ലോ എന്ന നീറ്റലിൽ കൗമുദിയുടെ അമ്മ മനസ്സ് ഒന്ന് പിടഞ്ഞു. ഇപ്പോൾ ക്ഷേമപെൻഷൻ മാത്രം വരുമാനമുള്ള തനിക്ക് സ്വന്തം കാര്യങ്ങൾക്ക് പോലും അത് തികയാത്ത അവസ്ഥയിൽ പിന്നെ എന്തു പറയാനാണ്? മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ പേരിലുണ്ടായിരുന്ന പൂർവിക സ്വത്ത് മകൾ സാവിത്രിക്കും തനിക്ക് കിട്ടിയ ഓഹരിയിൽ നിന്ന് ഹൈവേ റോഡ് വികസനത്തിന് സർക്കാർ എടുത്തത് കഴിഞ്ഞുള്ള സ്ഥലം മകൻ്റെ പേർക്കും പ്രമാണമാക്കിയിട്ട് ഇപ്പോൾ വർഷങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ കയ്യിലുള്ള ആഭരണം ഏറിയാൽ 1 or 2 പവൻ മാത്രമേ കാണൂ. പരിഹാരം തെളിയാത്ത വിഷമങ്ങൾ വരുമ്പോൾ പതിവായി ചെയ്യുന്ന പോലെ മഹാദേവ എന്ന് ഉരുവിട്ടുകൊണ്ട് കൗമുദി നടപ്പ് മതിയാക്കി വാക്കർ ഒതുക്കി വെച്ച് കട്ടിലിൽ ഇരുന്നു. ചോറും കറിയും റെഡിയായിട്ടുണ്ടെന്ന് സാവിത്രി വന്ന് പറഞ്ഞതും ഗേറ്റിൻ്റെ കൊളുത്ത് വീഴുന്ന ശബ്ദം കേട്ട് ഇരുവരും നോക്കി. പോസ്റ്റ്മാൻ വന്നൊരു കവർ തന്നിട്ട് കൗമുദിയെ കൊണ്ട് വിരലടയാളം പതിപ്പിച്ച് പടി കടന്നുപോയി. സാവിത്രി കവർ പൊട്ടിച്ച് നോക്കിയെങ്കിലും കളക്ട്രേറ്റിൽ നിന്നാണെന്നും വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും മാത്രമേ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൗമുദിയുടെ മനസ്സിൽ ഒരു വെള്ളിടി വീണു. 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ക്ഷേത്ര കമ്മിറ്റിയിൽ വെച്ച് പറഞ്ഞ കാര്യം ഒരു നടുക്കത്തോടെ കൗമുദിയുടെ മനസ്സിൽ മിന്നി മറിഞ്ഞു. അമ്മ എന്താകെ വിഷമിച്ചു നിൽക്കുന്നത് എന്ന സാവിത്രിയുടെ ചോദ്യമാണ് കൗമുദിക്ക് സ്ഥലകാല ബോധം വരുത്തിയത്. ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് സർവീസ് റോഡിനായി ഇനിയും സർക്കാർ സ്ഥലമേറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടിരുന്നു എന്ന കാര്യം സാവിത്രിയോട് ചെറുതായെന്ന് സൂചിപ്പിച്ചിട്ട് ജനൽ പാളികൾക്കിടയിലൂടെ അകലേക്ക് മിഴികൾ തട്ട് കൗമുദി ചേതനയേറ്റിരുന്നു. ഈ സമയം സാവിത്രി കത്തുകൊണ്ടുപോയി മകൾ അഞ്ജലിയെ ഏൽപ്പിച്ചിട്ട് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അഞ്ജലി നോക്കിയിട്ടാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ സ്ഥലം സർക്കാർ ഏറ്റെടുത്തപ്പോൾ ലഭിച്ച വില കുറവായിരുന്നു എന്ന് കാട്ടി അപ്പീൽ നൽകിയിരുന്നതിൻ്റെ ഫലമായി സെൻറ്റിന് 50,000 രൂപ വീതം കൂട്ടി നിശ്ചയിച്ച് ഉത്തരവായതും അങ്ങനെ അന്ന് സർക്കാർ എടുത്ത 10 സെൻറ്റിന് കൂടുതൽ അനുവദിച്ച ഉത്തരവായ 5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി വെച്ചിരിക്കുന്നതായും ഒരാഴ്ചയ്ക്കുള്ളിൽ വന്ന് ചെക്ക് കൈപ്പറ്റണമെന്ന് ആണ് ഇപ്പോൾ കിട്ടിയ കത്തിലുള്ളതെന്നും എല്ലാവർക്കും മനസ്സിലായത്. കൊച്ചുമകൾ അഞ്ജലിയെ തന്നോട് ചേർത്ത് പിടിച്ച് തുറന്നു കിടന്ന ജനാലയുടെ ആകാശ നീലിമയിലേക്ക് നിറകണ്ണുകൾ പായിക്കുമ്പോഴും കൗമുദിയുടെ ചുണ്ടുകൾ കോലത്തുകരയപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശംഭോ മഹാദേവ എന്ന് അപ്പോഴും മന്ത്രിച്ചുകൊണ്ടേയിരുന്നു.